വെൽക്കം ബാക്ക് ടു ഡെയിലൂസ് എഡ്യു PSC. അപ്പൊ കൂട്ടുകാരെ, ഡിഗ്രിയുടെ പ്രിലിംസ് പ്രിപ്പയർ എന്നാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ലാസ് മിസ്സാക്കരുത്. കാരണം ഇത് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി പരീക്ഷകൾക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായും പഠിച്ചു വെച്ചോളൂ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിപ്പോകാം. അപ്പൊ ആദ്യ ചോദ്യം നോക്കൂ. He abdicated his throne dash his eldest son. He abdicated his throne dash his eldest son. Fill using a phrase preposition. A phrase preposition ഉപയോഗിച്ച് ഇത് fill ചെയ്യണം. അപ്പൊ ഈ phrase preposition means a preposition ഉള്ള ഒരു phrase അല്ലെ. ആ ഫ്രേസിൽ എന്ത് കാണണം? ഒരു preposition. അപ്പൊ phrase preposition ഉപയോഗിച്ച് ഈ പറയുന്ന സെന്റൻസ് fill ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ he abdicated his throne dash his eldest son എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ഈ സെന്റൻസ് മനസ്സിലാക്കി അത് fill ചെയ്യണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അബ്ഡിക്കേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം, അങ്ങനെ അബ്ഡിക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ത്യജിക്കുക എന്നാണ്. അപ്പൊ എന്താണ് അബ്ഡിക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ത്യജിക്കുക. ഇവിടെ എന്താണ് ത്യജിച്ചതെന്ന് പറയുന്നത്? ഹി അബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ അല്ലെ, അയാളുടെ ത്രോൺ അതായത് കിരീടം അബ്ഡിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ത്യജിച്ചു. ഡാഷ് ഹിസ് എൽഡസ്റ്റ് സൺ. അപ്പം എൽഡസ്റ്റ് സൺ ആ ഇതിന് ഇടയിൽ വരുന്ന ഫ്രേസ് പ്രിപ്പോസിഷൻ നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പൊ ഇവിടെ ഫോർ ഹിസ് എൽഡസ്റ്റ് സൺ എന്നല്ല നമ്മൾ കൊടുക്കാനുള്ളത്. അവിടെ പറയുന്നത് ത്യജിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ത്യജിച്ചത്. അപ്പം അവിടെ നമ്മൾ ഫോർ ഹിസ് എൽഡസ്റ്റ് സൺ അല്ല കൊടുക്കാനുള്ളത്. ഇൻ റെഫറൻസ് ഓഫ് നമുക്കത് സ്യൂട്ട് ആവൂല. എന്തേ സ്യൂട്ട് ആവുള്ളൂ? ഇൻ ഫേവർ ഓഫ്. ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസ് പ്രിപ്പോസിഷൻ അർത്ഥം ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി എന്നാണ്. മനസ്സിലായി? അപ്പൊ ഒരു ആൾക്ക് വേണ്ടിയോ ഒരു കാര്യത്തിന് വേണ്ടിയോ ത്യജിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഏത് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ ഈ ഫ്രേസ് പ്രിപ്പോസിഷൻ സ്യൂട്ടബിൾ ആണെന്ന്. ഏത് ഫ്രേസ് പ്രിപ്പോസിഷൻ ആണ്? ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസ് പ്രിപ്പോസിഷൻ ആണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അബ്ഡിക്കേറ്റ് എന്ന വാക്കിന്റെ അകത്താണ് ത്യജിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. എന്തിനാണ് ത്യജിക്കുന്നത് ഉപേക്ഷിക്കുന്നത്? മറ്റൊരാൾക്ക് വേണ്ടി അല്ലെ, ഒരു കാര്യത്തിന് വേണ്ടി. അതുകൊണ്ട് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് ഫ്രേസ് പ്രിപ്പോസിഷൻ ഏത് വരണം? ഇൻ ഫേവർ ഓഫ് എന്നതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ എന്താണ് ആൻസർ? ഹി അബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ ഇൻ ഫേവർ ഓഫ് ഹിസ് എൽഡസ്റ്റ് സൺ. അയാളുടെ എൽഡസ്റ്റ് സണ്ണിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ത്രോൺ അല്ലെങ്കിൽ കിരീടം ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ അബ്ഡിക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഇനി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസ് പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ഇൻ ഫേവർ ഓഫ് എന്നും കൂടി ഓർത്ത് വയ്ക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ എന്ന് മനസ്സിലായല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കോളൂ. Locate the meanings of the idioms from the options given below. Idiomsന്റെ മീനിങ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസിന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ idioms ഏതൊക്കെയാണെന്ന് നോക്കാം. At my fingers ends. Second one, with a high hand. At my fingers ends. Second one, with a high hand. ഈ രണ്ട് ഇഡിയംസിന്റെ മീനിങ് തന്നിരിക്കുന്ന ഓപ്ഷൻസിന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? On a very intimate terms, undaunted by anything. ഈ രണ്ട് ഇഡിയംസിന്റെ മീനിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. On a very intimate terms, undaunted by anything. Second option, not thoroughly, oppressively. Third option, used utmost efforts, disorder. And fourth option, none of the above. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഓപ്ഷൻസ് പറഞ്ഞിരിക്കും. നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് അതായത് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഓപ്ഷൻസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഈ ഇഡിയംസിന്റെ മീനിങ്സ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ് നോട്ട് thoroughly ആൻഡ് oppressively. ഇവിടെ നോക്കാം, നമ്മൾ പഠിക്കുന്ന ഇഡിയംസ് ഏതൊക്കെയാണ്? അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ്സ്. അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ്സ് മീൻസ് എന്താണ് ആ ഇഡിയത്തിന്റെ മീനിങ്? ടു നോ thoroughly. എന്തിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ്. എന്തിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ്സ് മീൻസ് ടു നോ thoroughly. Okay, second one, with a high hand. With a high hand means എന്താണ്? oppressively. ഒന്നിനെ അടിച്ചമർത്തുന്ന രീതിയിൽ പെരുമാറുന്നതിനാണ് with a high hand അല്ലെങ്കിൽ oppressively ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഈ ഇഡിയംസിന്റെ രണ്ട് ഇഡിയംസിന്റെ മീനിങ്സ് നോട്ട് ചെയ്തോളൂ. എന്തൊക്കെയാണ്? at my fingers ends എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? to know thoroughly. Then the second one, with a high hand. അതിന്റെ ആ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? oppressively. അപ്പൊ ഓപ്ഷൻസിൽ ഇനി ഇത്തരത്തിലൊരു ഈ ഇഡിയംസ് കാണുകയാണെങ്കിൽ ഇതിന്റെ മീനിങ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തൊക്കെയാണ്? at my fingers and means to know it thoroughly, and with a high hand means oppressively. അപ്പൊ ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. insert suitable articles. The two friends agree to differ dash discussing the question dash about an hour. The two friends agreed to differ. രണ്ട് ഫ്രണ്ട്സ് ഡിഫർ ചെയ്യാൻ എഗ്രി ചെയ്തു.
ഡാഷ് ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻസ് ഡാഷ് അബൌട്ട് ആൻ അവർ. ഇവിടെ ഏത് ആർട്ടിക്കിൾ ആണ് സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതില് ഓപ്ഷൻസിന് അറ്റ് കോമ ഇൻ, സെക്കൻഡ് വൺ ഫോർ കോമ ആഫ്റ്റർ, തേർഡ് വൺ ഇൻ കോമ അറ്റ് ആൻഡ് ഫോർത്ത് വൺ ആഫ്റ്റർ കോമ ഫോർ. അപ്പൊ the two friends agree to differ dash discussing the question dash about an hour. ഇവിടെ ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാല് ഇവിടെ എന്താണ്, രണ്ട് ഫ്രണ്ട്സ് ഡിഫർ ചെയ്യാൻ, ഇത് വ്യത്യസ്തപ്പെട്ട് എഗ്രി ചെയ്തു. ഡിഫർ ടു എഗ്രി, സോറി എഗ്രി ടു ഡിഫർ. ആൻഡ് എപ്പോഴാണ് ഡിഫർ ചെയ്യാൻ എഗ്രി ചെയ്തത്? എപ്പോഴാണ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അവിടെ എന്താണ്, ക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്, ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം, ആഫ്റ്റർ ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ ഡാഷ് അബൌട്ട് ആൻ അവർ, ഒരു സമയദൈർഘ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഫോർ അബൌട്ട് ആൻ അവർ. അപ്പൊ ആഫ്റ്ററും ഫോറുമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ട് വരുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അവർ ഡിഫർ ചെയ്യാൻ എഗ്രി ചെയ്തതെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ടു ഫ്രണ്ട്സ് എഗ്രി ടു ഡിഫർ, അവിടെ ആഫ്റ്റർ ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം, അപ്പൊ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് സൂചിക്കുന്നത്, ക്രമത്തെയാണ് സൂചിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ എന്ന് പറയുന്നു. ആൻഡ് എത്ര സമയത്തോളം, ആ സമയദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഇവിടെ ഫോർ ആണ് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അത് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത്? ആഫ്റ്റർ ഫോറുമാണ് സെന്റൻസിൽ ആഡ് ചെയ്ത് വരേണ്ടത്. അപ്പൊ എന്താണ്, ടു ഫ്രണ്ട്സ് എഗ്രി ടു ഡിഫർ ആഫ്റ്റർ ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ ഫോർ അബൌട്ട് ആൻ അവർ. അപ്പൊ ആഫ്റ്റർ എന്ത് സൂചിപ്പിക്കുന്നു, ക്രമത്തെയാണ്, എന്തിനു ശേഷം അല്ലെ. അപ്പൊ ആ ക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എന്ന് പറയുന്നത് ആ സമയദൈർഘ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ antonym of the stubborn from the following. അപ്പൊ stubborn എന്ന വാക്കിന്റെ antonym അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ stubborn എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ stubborn എന്ന വേർഡിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചോദ്യമായിട്ട് വന്നിരുന്നത്. അപ്പൊ stubborn എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് biddable. എന്താണ് biddable? അപ്പൊ എന്താണ് stubborn എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് നോക്കാം. stubborn എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥമാണ് obstinate അല്ലെങ്കിൽ obdurate. അപ്പൊ എന്താണ് obstinate അല്ലെങ്കിൽ obdurate എന്ന് പറയുന്നത്? പിടിവാശി അല്ലെങ്കിൽ വിട്ടുവീഴ്ച ഇല്ലായ്മയ്ക്കാണ് obstinate അല്ലെങ്കിൽ obdurate അല്ലെങ്കിൽ stubborn എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സിൽ അല്ലെങ്കിൽ അനുസരണയുള്ളത് അല്ലെങ്കിൽ എന്താണ് ഒബീഡിയന്റ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ biddable എന്ന വാക്കിന്റെ അർത്ഥം obedient or easily managed. അപ്പൊ stubborn എന്ന വാക്കിന്റെ antonym ഏതാണ്? biddable ആണ്. stubborn എന്ന വാക്കിന്റെ അർത്ഥം obstinate or obdurate. That means വിട്ടുവീഴ്ച ഇല്ലായ്മ അല്ലെങ്കിൽ പിടിവാശി. ഇനി അതിന്റെ ഓപ്പോസിറ്റ് എന്ന stubborn ഓപ്പോസിറ്റ് biddable ആണ്. biddable means obedient or easily managed. അപ്പൊ അത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഓപ്ഷൻസിൽ രണ്ട് ടേമും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന് മീനിങ് നമുക്ക് നോക്കിപ്പോവാം. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സെലക്ട് antonym of stubborn from the following. തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്നും stubborn antonym കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? tenacious, biddable, intransigent and none of the above. അപ്പൊ ഇവിടെ stubborn എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ antonym എന്ന് പറയുന്നത് biddable ആണ് മനസ്സിലാക്കി. stubborn biddable ആണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ antonym മനസ്സിലാക്കി. എങ്കിൽ അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന മറ്റു രണ്ട് വേർഡ്സ് മീനിങ്സ് നോക്കി പോവാം. tenacious എന്താണ്? tenacious meaning very determined. very determined നിശ്ചയദാർഢ്യമുള്ള അല്ലെങ്കിൽ very determined ആണ് tenacious എന്ന വാക്കിന്റെ അർത്ഥം. tenacious എന്താണ്? very determined. അടുത്തത് intransigent. intransigent means someone who is unwilling to change his opinion. intransigent means സ്വന്തം ഒപ്പീനിയൻ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം മാറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ആളെ എന്ത് വിളിക്കുന്നത്? intransigent എന്ന് പറയുന്നത്. someone who is unwilling to change his opinion. സ്വന്തം അഭിപ്രായം മാറ്റാൻ താല്പര്യമില്ലാത്ത ആളെയാണ് intransigent എന്ന് പറയുന്നത്. അപ്പൊ tenacious means very determined. intransigent means someone who is unwilling to change his opinion, attitude or behavior. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? stubborn എന്ന് പറയുന്നതിന്റെ മീനിങ് പഠിച്ചു. antonym means biddable ആണെന്ന് പഠിച്ചു. രണ്ടിന്റെ മീനിങ് പഠിച്ചു. അതോടൊപ്പം തന്നെ പഠിച്ചത് എന്താണ്? tenacious means very determined. And next one, intransigent, that means someone who is unwilling to change his opinion, attitude or behavior. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കിയ പോയിന്റ്സ്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി സിനോണിം ഓഫ് consanguineous. എന്താണ്? consanguineousന്റെ സിനോണിം മീൻസ് സെയിം മീനിങ് വരുന്ന സെയിം മീനിങ് എന്താണ്? അതായത് consanguineous എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ consanguineous മീനിങ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്: A contagious disease, B unresponsiveness,
C of the same blood or origin and D none of the above. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? സിനോണിം ആണ് കണ്ടെത്തുന്നത്. അതിന്റെ മീനിങ് ആണ് കണ്ടെത്താറുള്ളത്. കോൺസാൻഗ്യൂനിയസ് എന്ന് പറയുന്നതിന്റെ മീനിങ് ഓഫ് ദി സെയിം ബ്ലഡ് ഓർ ഒറിജിൻ, അതായത് ഒരേ രക്തത്തിൽ പിറന്നെങ്കിൽ ഒരേ സ്ഥലത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതെയാണ് വിളിക്കുന്നത് കോൺസാൻഗ്യൂനിയസ് എന്ന് പറയുന്നത്. കോൺസാൻഗ്യൂനിയസ് മീനിങ് ദി സെയിം ബ്ലഡ് ഓർ ഒറിജിൻ. ഓപ്ഷൻസിൽ കോൺസാൻഗ്യൂനിയസ് കണ്ടാൽ ഒരു അർത്ഥം മനസ്സിലാക്കുക. ഒന്നിച്ച് ഒരേ രക്തത്തിൽ പിറന്നത് അല്ലെങ്കിൽ ദി സെയിം ഒറിജിൻ, അതാണ് കോൺസാൻഗ്യൂനിയസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സിനോണിം മനസ്സിലായല്ലോ. കോൺസാൻഗ്യൂനിയസ് മീൻസ് ദി സെയിം ബ്ലഡ് ഓർ ഒറിജിൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കാൻ പോകുന്നത് തന്നിരിക്കുന്ന കുറച്ച് ഫോബിയാസിന്റെ പേരാണ്. അതിന്റെ മീനിങ്, അപ്രോപ്രിയേറ്റുള്ള മീനിങ് ഏതാണെന്ന് നമ്മൾ എടുത്തെഴുതണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: one word for extreme fear of ghosts and other supernatural beings. Which is a suitable one word for the extreme fear of ghosts and other supernatural beings? Options: tomophobia, ophiophobia, phasmophobia and nyctophobia. എന്താണ് ചോദ്യം? എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീങ്സ്. അപ്പൊ ഗോസ്റ്റിനെയും മറ്റു സൂപ്പർ നാച്ചുറൽ ബീങ്സിനെയും ഫിയർ, അതിനുള്ള പേടിയാണ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ കുറച്ച് ഫോബിയാസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ്? ഗോസ്റ്റ് എന്ന് എന്താണ് അറിയപ്പെടുന്നത് അല്ലെ? ഗോസ്റ്റും മറ്റു സൂപ്പർ നാച്ചുറൽ ബീങ്സിന്റെ അതിനോടുള്ള ഫിയറിനെ വിളിക്കുന്ന പേരാണ് ഫോസ്മോഫോബിയ. എന്താണ് ഫോസ്മോഫോബിയ? അപ്പൊ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ പ്രേതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? മരിച്ച ആൾക്കാരുടെ പ്രേതങ്ങളും സാധാരണ പറയുന്നത് അല്ലെ? അപ്പൊ ഗോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രേതങ്ങൾ. അതിലപ്പോ അവരെന്താണ്? പാസ്റ്റ് മരണപ്പെട്ടു നമ്മൾ പാസ്റ്റ് അവേ എന്നല്ലേ പറയുന്നത് അല്ലെ? അപ്പൊ മരണപ്പെട്ടതിന് പാസ്റ്റ് അവേ എന്നാണ് പറയുന്നത്. അപ്പൊ പാസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഫാസ്മോഫോബിയ. ഫാസ്മോഫോബിയ എന്ന വാക്കില് ഒരു ഫാസ് കിടക്കുന്നു. ഫാസ് മീൻസ് പാസ്റ്റ് അവേ, അപ്പൊ മരണപ്പെട്ടു. അപ്പൊ മരണപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഗോസ്റ്റിനുള്ള ഫിയർ നമുക്ക് എന്ത് വിളിക്കാം? ഫാസ്മോഫോബിയ നമ്മൾ റിലേറ്റ് ചെയ്യാം. അപ്പൊ ഫാസ്മോഫോബിയ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഫിയർ ഓഫ് ഗോസ്റ്റ് ആണ് മനസ്സിലാക്കുക. നമ്മളിവിടെ ഫാസ്റ്റ് മീൻസ് പാസ്റ്റ് അവേ, അത് മരണപ്പെട്ട ആൾക്കാരാണ് ഗോസ്റ്റ് ബന്ധപ്പെട്ട് പഠിക്കാം. നമുക്ക് ഗോസ്റ്റ് ബന്ധപ്പെട്ട് ആ പാസ്റ്റ് അവേ എന്ന് പറയുന്ന ഇത് ചോർമിച്ച് എന്ത് ചെയ്താൽ ഫാസ്മോഫോബിയ എന്നാണ്. ഫാസ്മോഫോബിയ എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കാം. അടുത്ത നോക്കാം ഓഫിയോഫോബിയ. അപ്പൊ ആക്ഷനിൽ വന്ന മറ്റുള്ള ഫോബിയസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിൽ ഓഫിയോഫോബിയ മീൻസ് ഓഫിയോഫോബിയ റിലേറ്റഡ് ടു ഫിയർ ഓഫ് സ്നേക്സ്. അപ്പൊ പാമ്പിനോടുള്ള ഭയത്തെയാണ് ഓഫിയോഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് നിക്ടോഫോബിയ. എന്താണ് നിക്ടോഫോബിയ എന്ന് പറയുന്നത്? ഫിയർ ഓഫ് ഡാർക്ക്നെസ്. അപ്പൊ ഇവിടെ നിക്ടോഫോബിയ എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ? നൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത നിക്ട് എന്ന നൈറ്റ്. അപ്പം നിക്ടോഫോബിയ നൈറ്റ് എന്താണ്? ഡാർക്ക് ആണ്. അപ്പൊ രാത്രി ഡാർക്ക് ആണ്. അപ്പൊ ഡാർക്ക്നെസ്സിനോടുള്ള ഫിയറിനെ എന്ത് വിളിക്കുന്നു? നിക്ടോഫോബിയ എന്ന് റിലേറ്റ് ചെയ്യാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഇസ് എ വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ് ആൻഡ് സൂപ്പർ നാച്ചുറൽ ബീങ്സ് എന്നായിരുന്നു. അതിന്റെ ഉത്തരം എന്താണ്? ഫാസ്മോഫോബിയ. ഞാൻ പറഞ്ഞതുപോലെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് അവേ അല്ലെ? മരണപ്പെട്ട ആൾക്കാർ ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതങ്ങൾക്ക് സാധാരണ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗോസ്റ്റ് ഫാസ്മോഫോബിയ ആണ്, ഫിയർ ഓഫ് ഗോസ്റ്റ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീങ്സ്. ദെൻ ഓഫിയോഫോബിയ റിലേറ്റഡ് ടു ഫിയർ ഓഫ് സ്നേക്ക് ആൻഡ് നെക്സ്റ്റ് വൺ നിക്ടോഫോബിയ റിലേറ്റഡ് ഫിയർ ഓഫ് ഡാർക്ക്നെസ്. അപ്പൊ ഇത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ്. ദി ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ ഡാഷ് വാണ്ടിങ്. The guidance as well as the love of a mother dash wanting. Wanting ഇവിടെ want എന്ന് അർത്ഥം ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? മദറിന്റെ ലവും ഗൈഡൻസും. അപ്പൊ രണ്ടിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ആസ് വെൽ ആസ് എന്ന് പറയുന്ന ഒരു കൺകോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആസ് വെൽ ആസ് വരുമ്പോൾ എന്ത് രീതിയിലാണെങ്കിലും ഇവിടെ വരുന്ന വെർബ് എങ്ങനെ വെർബ് ഫിൽ ചെയ്യാം എന്നാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കുന്ന ഓപ്ഷൻസ് വാസ്, വേർ, ഹാസ്, നൺ ഓഫ് ദീസ്. ഇവിടെ നമുക്ക് നോക്കാം ഗൈഡൻസ് ആസ് വെൽ ആസ് ലവ് ഓഫ് മദർ ഡാഷ് വാണ്ട്. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് വെർബാണ് വരുന്നത് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ആസ് വെൽ ആസ് വരുമ്പോൾ രണ്ട് നൗണുകൾക്കിടയിലാണ് ആസ് വെൽ ആസ് വരുന്നതെങ്കിൽ അത് നോക്കാം. ആസ് വെൽ ആസ് എന്ന് പറയുന്നത് ഗൈഡൻസ് എന്നൊരു നൗണാണ്. അതുപോലെ തന്നെ ലവ് ഓഫ് ദ മദർ എന്ന് പറയുന്നത് ആ ലവ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഈ രണ്ട് നൗണിന് ഇടയിലാണ് ആസ് വെൽ ആസ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മള് ഫസ്റ്റ് നൗൺ ആദ്യത്തെ നൗൺ നോക്കാം. ആദ്യത്തെ നൗൺ ഏത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതനുസരിച്ചായിരിക്കും അവിടുത്തെ വെർബ് വരേണ്ടത്. അപ്പൊ ഫസ്റ്റ് നൗൺ നോക്കാം. ഫസ്റ്റ് നൗൺ
സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതനുസരിച്ചായിരിക്കും വെർബ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ സിംഗുലർ ആണ് ഫസ്റ്റ് നൗൺ എങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കും. ഇനി പ്ലൂറൽ ആണ് ഫസ്റ്റ് നൗൺ എങ്കിൽ വെർബ് എന്തായിരിക്കും? പ്ലൂറൽ വെർബ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ഉത്തരമാണ് വരുന്നത് നോക്കാം. ഗൈഡൻസ് എന്ന വാക്ക് നമ്മൾ സിംഗുലർ സെൻസിലാണ് എടുക്കുന്നത്. ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലേ. അപ്പൊ ഗൈഡൻസ് നോക്കുന്നത് സിംഗുലർ സെൻസിൽ എടുക്കുന്നത് കൊണ്ട് സിംഗുലർ ആയിട്ടുള്ള നൗണിന്റെ കൂടെ അത് ഫസ്റ്റ് നൗൺ ആയിട്ട് വരുന്നത് കൊണ്ട് ആ സെന്റൻസിൽ വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പൊ സിംഗുലർ നൗൺ ആയ ഗൈഡൻസ് വന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡ് നൗണിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗുലർ നൗണിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ ഫസ്റ്റ് നൗൺ സിംഗുലർ ആയതുകൊണ്ട് ആദ്യം കിടക്കുന്ന നൗൺ സിംഗുലർ ആയതുകൊണ്ട് അതനുസരിച്ചുള്ള വെർബാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ലവ് ഓഫ് എ മദർ, ഇവിടെ സിംഗുലർ വെർബ് ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. വാസ്, വേർ, ഹാസ് ഏതായിരിക്കും സിംഗുലർ വെർബ്? അതെ, സിംഗുലർ വെർബ് എന്ന് പറയുന്നത് വാസ് ആണ് കേട്ടോ. അപ്പൊ വാസ് എന്ന് പറയുന്നതാണ് സിംഗുലർ വെർബ്. ഇനി വേർ എന്ന് പറയുന്നതോ അതൊരു പ്ലൂറൽ വെർബാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആവശ്യം? ഗൈഡൻസ് എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആയതുകൊണ്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സിംഗുലർ വെർബാണ് നമ്മൾ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പം ഉത്തരം എന്തായിരിക്കും? ഇവിടെ വാസ് ആണ് ആൻസർ. ദ ഗൈഡൻസ് ആസ് വെൽ ആസ് എ ലവ് ഓഫ് എ മദർ വാസ് വാണ്ടിങ്. അപ്പൊ എപ്പോഴും ഓർമ്മിക്കാം, ആസ് വെൽ ആസ് എന്ന് പറയുന്നത് രണ്ട് നൗൺ യോജിപ്പിച്ചാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ രണ്ട് നൗൺ യോജിപ്പിച്ച് ആസ് വെൽ ആസ് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് നൗൺ അനുസരിച്ച് വേണം അവിടുത്തെ വെർബിനെ എഴുതാൻ. ഫസ്റ്റ് നൗൺ സിംഗുലർ നൗൺ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. പ്ലൂറൽ നൗൺ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ ഈ ചോദ്യം നോക്കിയോളൂ. The teacher as well as the students dash going. The teacher as well as the students dash going. ഇവിടെ നമ്മൾ ഏത് സ്യൂട്ടബിൾ വെർബ് ആണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതില്ല ആസ് വെൽ ആസ് ചേർത്ത് രണ്ട് നൗണിനെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ രണ്ട് നൗൺ നമ്മൾ ഇവിടെ ഏതൊക്കെയാണ്? ടീച്ചറും ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട് അല്ലെ. അപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ നൗൺ ആണ്, സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ്. അപ്പൊ ഒരു സിംഗുലർ നൗണിന് ശേഷമാണ്, അതായത് ഫസ്റ്റ് നൗൺ എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്, അതിനുശേഷമാണ് ആസ് വെൽ ആസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നൗൺ സിംഗുലർ ആയതുകൊണ്ട് ആ ഫസ്റ്റ് നൗൺ അനുസരിച്ചുള്ള വെർബ് ആയിരിക്കും സെന്റൻസിൽ വരേണ്ടത്. അപ്പൊ ടീച്ചർ എന്ന് സിംഗുലർ നൗൺ ആയതുകൊണ്ട് ഇവിടെ വരേണ്ട വെർബ് നമുക്ക് ഓപ്ഷൻസിൽ ഈസും ആറുമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരേണ്ടത്? അതെ, ഇവിടെ വരേണ്ടത് വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും, അതായത് ഈസ് ആയിരിക്കും ഇവിടെ വരേണ്ടത്. മനസ്സിലായോ? കാരണം ഫസ്റ്റ് നൗൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ടീച്ചർ സിംഗുലർ നൗൺ ആയതുകൊണ്ട് സിംഗുലർ നൗൺ ആണ് ഫസ്റ്റ് നൗൺ ആയിട്ട് വരുന്നതുകൊണ്ട് അതനുസരിച്ചുള്ള വെർബാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഈസ് ഗോയിങ് സിംഗുലർ വെർബാണ് ഇവിടെ വരേണ്ടത്. സെക്കൻഡ് നോക്കാം. The students as well as the teacher dash going. ഇവിടെ as well as ചേർത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നൗൺ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, സെക്കൻഡ് നൗൺ ആണ് ദ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ് അല്ലെ. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് നൗൺ പ്ലൂറൽ നൗൺ ആയിട്ട് അതനുസരിച്ചുള്ള വെർബ് ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇവിടെ വരേണ്ടത് ഒരു പ്ലൂറൽ വെർബ് ആയിരിക്കും, അതായത് ആറായിരിക്കും വരേണ്ടത്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഫസ്റ്റ് നൗൺ അനുസരിച്ചായിരിക്കണം ഫില്ല് ചെയ്യേണ്ട വെർബ് വരേണ്ടത്. അപ്പൊ ആസ് വെൽ ആസിന് മുമ്പ് രണ്ട് നൗൺസ് ചേർത്താണ് ആസ് വെൽ ആസ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ആസ് വെൽ ആസിന് മുമ്പ് കിടക്കുന്ന ഫസ്റ്റ് നൗൺ എന്ന് പറയുന്ന അനുസരിച്ചായിരിക്കും അവിടെ വെർബ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് വെർബ് ഒരു സിംഗുലർ, ഫസ്റ്റ് നൗൺ ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ വെർബ് സിംഗുലർ വെർബ് ആയിരിക്കും. ഈ പ്ലൂറൽ നൗൺ ആണെങ്കിൽ, സെക്കൻഡ് കേസിൽ പറയുന്ന പ്ലൂറൽ നൗൺ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും നമ്മൾ ഇത്തരത്തെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.